ജ്യോതിഷമനുസരിച്ച് ധനുരാശിയിൽ വരുന്ന മൂലം നക്ഷത്രക്കാർക്ക് 2026-ൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. കേതുദശാനാഥനായ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ഈ വർഷം എങ്ങനെ? ഭാഗ്യം എപ്പോൾ തെളിയും? നിലവിൽ ശനി പകരുന്നത് അർദ്ധാഷ്ടമ ശനി മൂലം നക്ഷത്രക്കാർക്ക് അല്പം മാനസിക സമ്മർദ്ദവും ജോലിഭാരവും നൽകിയേക്കാം. എങ്കിലും പേടിക്കേണ്ടതില്ല. ഭാഗ്യോദയം 2026-ന്റെ പകുതിയോടെ ജൂൺ മാസത്തിനു ശേഷം വ്യാഴത്തിന്റെ മാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകി തുടങ്ങും. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും ഈ സമയത്ത് പുനരാരംഭിക്കാൻ സാധിക്കും. കരിയർ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതി ഗുണകരമാണ്. 2. ധനയോഗം. സാമ്പത്തികമായി ഈ വർഷം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അപ്രതീക്ഷിത ധനലാഭത്തിന് വിൻഫോൾ ഗെയിൻ സാധ്യതയുള്ള വർഷമാണിത്. 3. ബാധ, ദോഷം ആൻഡ് പ്രതിവിധികൾ. മൂലം നക്ഷത്രം കേതുവിന്റെ നക്ഷത്രമായതിനാൽ ജാതകത്തിൽ കേതുദോഷമുണ്ടെങ്കിൽ കാര്യതടസ്സങ്ങൾ അനുഭവപ്പെടാം. മനസ്സിൽ അനാവശ്യ ഭയം, ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാൻ ഗണപതി ഹോമം, ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് ഉചിതമാണ്. ശനിയാഴ്ചകളിൽ നീല ശംഖുപുഷ്പം കൊണ്ട് വിഷ്ണുവിനോ ശിവനോ അർച്ചന നടത്തുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും. 4. വിവാഹമെപ്പോൾ? വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാൻ 2026 ഒക്ടോബർ മാസത്തിനു ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. മംഗളകർമ്മങ്ങൾ നടക്കാനും കുടുംബത്തിൽ സന്തോഷം വരാനും ഈ കാലയളവ് സഹായിക്കും. ജാതകപ്പൊരുത്തം നോക്കുമ്പോൾ ചൊവ്വാദോഷം കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. 5. ഇഷ്ടദൈവം ആൻഡ് സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ. മൂലം നക്ഷത്രക്കാർ ആരാധിക്കേണ്ട പ്രധാന ദേവതകൾ. ഇഷ്ടദൈവം ഗണപതി, നരസിംഹമൂർത്തി. ക്ഷേത്രങ്ങൾ. 1. ഏതെങ്കിലും പ്രശസ്തമായ ഗണപതി ക്ഷേത്രം, ഉദാഹരണത്തിന് കൊട്ടാരക്കര ഗണപതി അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗണപതി. 2. നരസിംഹസ്വാമി ക്ഷേത്രം. മൂലം നക്ഷത്രത്തിന്റെ അധിപനായ കേതുവിന്റെ ദോഷമകറ്റാൻ നരസിംഹ ആരാധന ഉത്തമമാണ്. 3. ശിവക്ഷേത്രം. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. 6. ജപിക്കേണ്ട മന്ത്രങ്ങൾ. പ്രതിദിനം താഴെ പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ഗണപതി മന്ത്രം: ഓം ഗം ഗണപതയേ നമ 108 തവണ. കേതു ഗായത്രി: ഓം അശ്വധ്വജായ വിദ്മഹേ ധനുർഹസ്തായ ധീമഹി തന്നോ കേതു പ്രചോദയാത്. മൂലം നക്ഷത്രമന്ത്രം: ഓം പ്രജാപതയേ നമ. ഒരു ചെറിയ ഉപദേശം: മൂലം നക്ഷത്രക്കാർ പൊതുവെ ദാനശീലരും സത്യസന്ധരുമായിരിക്കും. ഈ വർഷം വീണ്ടുവിചാരമില്ലാതെ മറ്റൊരാൾക്കുവേണ്ടി ജാമ്യം നിൽക്കുന്നതോ വലിയ തുക കടം കൊടുക്കുന്നതോ ഒഴിവാക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് എന്നറിയാമോ? അത് അറിയാമെങ്കിൽ കൂടുതൽ വ്യക്തമായ ഫലം പറയാൻ എനിക്ക് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃത്യമായ നക്ഷത്രഫലങ്ങളും പ്രവചനങ്ങളും യഥാസമയം ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.